ആർ ശ്രീജിത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ നയവ്യതിയാനമുണ്ട് എന്ന രീതിയിലാണ് നേതാവ് കെ പ്രകാശ് ബാബു സാർ ഡൽഹി പറഞ്ഞത്. വിവരങ്ങൾ? SKN ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള പിന്നോട്ടു പോകലാണ് PMC പദ്ധതിയുമായി യോജിക്കാനുള്ള എന്നാണ് CPI ഉന്നയിക്കുന്ന വിമർശനം. അതുതന്നെയാണ് CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന നേതാവുമായ കെ പ്രകാശ് ബാബു ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതു നയവ്യതിയാനം ഉണ്ടാകുമ്പോഴൊക്കെ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാണ് CPI. എന്നാൽ CPIയുടെ എതിർപ്പും വിയോജിപ്പും പാടെ തള്ളിക്കൊണ്ടാണ് CPIഎമ്മിന്റെ വകുപ്പ് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട്, CPIക്കകത്തുണ്ട്. ആ കാര്യം ചർച്ച ചെയ്യാനാണ് 12:30 CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. മന്ത്രിമാരെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് മാറ്റി നിർത്തുന്ന അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന വികാരം CPIക്കകത്ത് ശക്തമാകുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിക്കലല്ല, മറിച്ച് മന്ത്രിമാരെ രാജിവെപ്പിച്ച് മാറ്റി നിർത്തി പുറത്തുനിന്ന് മുന്നണിയെ പിന്തുണയ്ക്കാം, എങ്കിലും ഈ നയവ്യതിയാനത്തോടെ യോജിക്കാൻ വയ്യ എന്ന നിലപാടാണ് പല നേതാക്കന്മാരും പങ്കുവെക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം 12:30 ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും CPI ഒരു നിലപാടിലേക്ക് വരിക. SKN. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, യഥാർത്ഥത്തിൽ ഈ CPIഎമ്മിൻ്റെ നിലപാട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കെ പ്രകാശ് ബാബു പറയാതെ പറയുന്നത് എന്താണ്? SKN, ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് CPIയുടെ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. ഞെട്ടിച്ച ഒരു തീരുമാനമെന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്ന് തൊട്ട് പിന്നാലെ CPIയുടെ ദേശീയ നേതാക്കൾ പ്രതികരിച്ചത്. അതേസമയം ഈ വിഷയത്തിൽ ഗൗരവത്തോടെ തന്നെയാണ് CPI ദേശീയ നേതൃത്വവും കാണുന്നത്. വിഷയം CPIഎമ്മിന്റെ കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ അനൗപചാരികമായുള്ള ആശയവിനിമയമാണ് ഇതുവരെയും നടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പാർട്ടി അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതോടൊപ്പം തന്നെ CPIയുടെയും CPIഎമ്മും ഉൾപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ദേശീയ നയത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് CPIയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കടുത്ത നീക്കങ്ങൾ പോലും ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് നേതാക്കൾ നൽകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. മറ്റ് ദേശീയ തലത്തിൽ ഇടത് ഐക്യം ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമെല്ലാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞത് ആണെങ്കിൽ പോലും ഇടത് നയത്തിൽ നിന്നും വ്യതിചലിച്ച് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടി അതൊരു അവസാന ഓപ്ഷൻ അല്ല ഈ പണം ലഭിക്കാൻ, SSK ഫണ്ട് ലഭിക്കാൻ എന്നിരിക്കെ തന്നെ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് CPI പരിശോധിക്കുന്നത്. അതിലുള്ള തീരുമാനം അത് ഗൗരവമുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുമെന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും നിർണായകമാണ് ഇന്ന് ചേരുന്ന യോഗങ്ങൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനു മുമ്പായി ദേശീയ സെക്രട്ടേറിയറ്റ് രാവിലെ 11 മണിക്ക് ചേരുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ച അജണ്ട പ്രകാരമാണ് ഈ ദേശീയ സെക്രട്ടേറിയറ്റ് ചേരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ള ഏറ്റവും ഗുരുതരമായ ഗൗരവമുള്ള വിഷയം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. തുടർന്ന് ഒരു കടുത്ത നീക്കത്തിലേക്ക് പോകണോ എന്നതടക്കമുള്ള കാര്യത്തിൽ തീരുമാനം ദേശീയ തലത്തിൽ തന്നെ പാർട്ടി ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തും. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. എന്തായാലും PM ശ്രീ അതിലെ പ്രാഥമിക ഉടമ്പടിയിൽ ഒപ്പിട്ടു, MOUയിൽ സൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അത് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് CPI ഇത്രയും കടുത്ത നിലപാടുമായി രംഗത്തുള്ളപ്പോൾ നമ്മുടെ കേന്ദ്ര നിരീക്ഷകൻ ദിലീപ് കുമാർ തത്സമയം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ ദിലീപ്, വിശദാംശങ്ങൾ. SKN CPIയുടെ തീരുമാനം അറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:30-ക്കാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ദേശീയ നേതൃയോഗം രാവിലെ ചേരുന്നുണ്ട്. CPI ഇക്കാര്യത്തിൽ, അതായത് CPIയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് നേരത്തെ CPIയുടെയും CPIഎമ്മിൻ്റെയും പാർട്ടി കോൺഗ്രസ് എടുത്ത നയം, അത് സംബന്ധിച്ച് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നയം അത് തിരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ നടപടി, അതിലെന്തായിരിക്കും CPI ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം തന്നെ SKN ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായത് CPI ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഗതികേട് അത് പ്രകടമാക്കുന്നതാണ് ഇന്നത്തെ ഈ അവരുടെ മുഖപത്രമായ CPI മുഖപത്രമായ ജനയുഗത്തിൻ്റെ 1-ാം പേജ്. ആ 1-ാം പേജിൽ ഇത് സംബന്ധിച്ച വാർത്ത കൊടുത്തിരിക്കുന്നത് നോക്കൂ.
PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെന്ന് എന്ന തലക്കെട്ടിലാണ്. അതായത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലും സംസ്ഥാന സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPIക്ക് അതേക്കുറിച്ചുള്ള വിവരമൊന്നുമില്ല എന്ന് സൂചിപ്പിക്കും വിധം ഒരു അർത്ഥോക്തിയിൽ അല്ലെങ്കിൽ ഒരു അപൂർണതയായിട്ടാണ് ഈ തലക്കെട്ട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെന്ന് എന്ന തലക്കെട്ടിൽ ആ വാർത്തയിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഡേറ്റ് ലൈനിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തിരിപ്പൻ പദ്ധതിയായ PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതായി വാർത്ത. സംസ്ഥാന താൽപ്പര്യങ്ങൾ ബലി കഴിക്കുന്നതും സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതുമാണ് പദ്ധതി എന്ന് തുടങ്ങുന്നതാണ് ഈ വാർത്ത. അതിന് തൊട്ട് താഴെ മുന്നണി മര്യാദകളുടെ ലംഘനം ബിനോയ് വിശ്വം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് CPIയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. CPIM മുഖപത്രമായ ദേശാഭിമാനിയാകട്ടെ അത് ഈ വാർത്തയെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ മട്ടേ എടുത്തിട്ടില്ല. ദേശാഭിമാനിയിൽ ഈ മുഴുവൻ പേജുകളും പരിശോധിച്ചാലും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട വാർത്ത കാണാനില്ല. അത് ദേശാഭിമാനിയിൽ മാത്രമല്ല ഈ വാർത്ത കാണാത്തത്, BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. ജന്മഭൂമിയും ഈ കാര്യം അറിഞ്ഞ മട്ടേ എടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. പക്ഷേ അത് ഭരിക്കുന്ന പാർട്ടികളുടെ, പ്രധാനപ്പെട്ട പാർട്ടികളുടെ BJPയുടെയും CPIMന്റെയും മുഖപത്രങ്ങൾ ഈ സംഭവം അറിഞ്ഞ മട്ട് കൈക്കൊണ്ടിട്ടില്ല. അതേസമയം കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം അത് ഇനി ശ്രീ PM എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയും എതിർപ്പ് തള്ളി PM ശ്രീയിൽ ഒപ്പിട്ടു. കേരളത്തോട് പിണറായി സർക്കാരിന്റെ കൊടുംചതി എന്ന നിലയിൽ വാർത്ത നൽകിയിട്ടുണ്ട്. CPIMന്റെയും BJPയുടെയും മുഖപത്രങ്ങൾ ഇത് തൊട്ടിട്ടില്ല. ജനയുഗമാണെങ്കിൽ ഇത് വാർത്തയിലൂടെ അറിഞ്ഞു. അതായത് പാർട്ടിക്ക് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ധാരണയില്ല, അറിവില്ല, വാർത്തകളിലൂടെ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്. അത് മുന്നണി മര്യാദയുടെ ലംഘനം കൂടിയാണ് ഈ ഒപ്പിട്ടത് എന്ന കാര്യം കൂടി CPIയുടെ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. SK ദിലീപ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.